ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെവൻ സെറിയേക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ചെല്ലാനത്താണ് കേട്ടോ. ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുഞ്ഞപ്പനും അതേ ആൻറ്റിയും ചേച്ചിയും പുറകെ വരുന്നു. നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്ന കടലിൽ ചൂണ്ടയിട്ട് ഇവിടെ കിട്ടുന്ന മീൻ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് ചൂണ്ടിടാൻ പോകുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഇനി ചൂണ്ടയിടാൻ പോകാത്ത ആൾക്കാരാണെങ്കിൽ കടലിൽ നിന്ന് പിടിക്കുന്ന വെറൈറ്റി മീൻ നമ്മളിന്ന് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ കല്ലേ കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, വലിയ കല്ല് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ അത് കടലിൽ ഇങ്ങനെ വരാത്ത ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് എന്തിനാണ് ഇങ്ങനെ കല്ലിടുന്നത്. ഇത് ആക്ച്വലി ബ്രേക്ക് വാട്ടർ ആണ്. നല്ല തിര വരുമ്പോഴേക്കും വള്ളത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഹാർബറിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കല്ലിടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഈ സൈഡിൽ നല്ല തിരയായിരിക്കും, പക്ഷേ ഈ സൈഡിൽ വെള്ളം നല്ല ശാന്തമായിരിക്കും. റൈറ്റ് സൈഡിൽ ഇതാണ് ഹാർബർ. അപ്പോൾ ഇവിടെയാണ് ഇവർ കൊണ്ട് വള്ളം ഇടുന്നുണ്ടോ, അവിടെയൊക്കെ വള്ളം ഇട്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അറ്റത്താണ് കേട്ടോ. അവിടെ കുറേ ചൂണ്ടക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ നടന്ന് ഇവിടെ എത്തി കേട്ടോ. ഇവിടെ വരുമ്പോഴേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്തെങ്കിലും സാധനം കല്ലിനടക്കി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല, നല്ല താഴ്ചയിലോട്ട് പോകും. അതുകൊണ്ട് വരുന്ന ആൾക്കാർ അത് സൂക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഞാൻ സിബ്ബുള്ള പാൻറ് ഇടുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പോയി കഴിയുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂണ്ടയിടുന്നത് എങ്ങനെ പറഞ്ഞു തരാം. ഇന്ന് ജിനോചാച്ചനും അവരെല്ലാവരും പോൾ റോഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊരു 9 പോൾ റോഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബെയ്റ്റ് ആയിരിക്കും ഇടുന്നത്. ഞാനാണെങ്കിൽ ഞാൻ കുറച്ച് നേരം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ ആർട്ടിഫിഷ്യൽ ബെയ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറുപ്പോ ചെമ്പല്ലിയോ കളഞ്ചോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ. ഇവിടെ ഒരു ഇച്ചിരി താഴ്ചയുള്ള സ്ഥലമാണ്, പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കല്ലാണ്. ഒത്തിരി താത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൂർ ഉടക്കാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി ദൂരേക്കൊന്നും കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തൊട്ടടുത്താണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലൂർ താഴെ ചെന്ന് മുട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ചെമ്പല്ലി, കറുപ്പ് പോലുള്ള മീനുകൾ കടലിൻ്റെ കല്ലിനോട് ചേർന്ന് അടിയിലായിരിക്കും നിൽക്കുന്നത്. അയ്യോ, നമുക്കൊരു വറ്റയാന്ന് തോന്നുന്നു. ചെറുതൊന്നും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഏരി അല്ല, അയ്യോ കുഞ്ഞൊരു ഗ്രൂപ്പറാണ് കേട്ടോ. തീരെ ചെറുതാണേ, തീരെ കുഞ്ഞതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതായിട്ട് വലുതാകുന്ന മീനാണ് കേട്ടോ. ഒരു 10, 25, 30 കിലോ ഒക്കെ ആവറേജ് ആകുന്നതാണ്. നമ്മളിതൊരു 1 കിലോയിൽ കൂടുതലുണ്ടെങ്കിൽ സാധാരണ എടുക്കരുതുണ്ട്. ഇതിൻ്റെ കൈപ്പടത്തിൻ്റെ അത്രേ ഉള്ളൂ. അടുപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. ഇവൻ്റെ വായൊക്കെ നല്ല വലിയ വായാണ്, വായിക്കകത്തൊക്കെ നല്ല പല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ തിരിച്ചു വിടാം. പോട്ടെ, നമുക്ക് കുറച്ചും കൂടെ വലുത് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മൾ മത്തിയുടെ കഷ്ണത ഇങ്ങനെ കോർക്കണം കേട്ടോ. എന്നിട്ട് ഇനി വേണ്ടത് പേഷ്യൻസ് ആണ് കേട്ടോ. ചെമ്പല്ലി, നമുക്കൊരു കുഞ്ഞ് ചെമ്പല്ലി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. കൈച്ചൂണ്ടലാണ്, മത്തി ഇട്ട് പിടിച്ചാണ്. തീരെ ചെറുതാണ്, നമ്മൾ തിരിച്ചുവിടുവാണ്. പുള്ളി അധികം ഡാമേജ് ഒന്നുമില്ല. ഇത് നന്നായിട്ട് വലുതാകുന്ന മീനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെറുത് നമ്മൾ എടുക്കാറില്ല. കണ്ടല്ലോ അല്ലേ, മീനെ ശരിക്കും കണ്ടല്ലോ അല്ലേ. ഇതുണ്ട്, ഇവിടെ ചെറിയ നീല കളറൊക്കെ ഉണ്ട്. ഇവൻ കഴിക്കുന്ന ഈ പറഞ്ഞ പോലെ ചെമ്മീൻ, മത്തി, കുഞ്ഞു മീനുകളൊക്കെയാണ്. പോടാ, നമുക്ക് കുറച്ചുകൂടെ വലുത് എന്തെങ്കിലും കിട്ടും നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതേ അടുത്ത് ഇടാൻ വേണ്ടി പോവാണേ. നോക്കാം. ഏരി ഏരി ഇതാണ് നമ്മുടെ ഏരി കേട്ടോ. അപ്പോൾ ചെപ്പേരി എന്നൊക്കെ പറയും. അത് ഭയങ്കര വലുതാത്തൊന്നുമില്ല, എന്നാലും വലുതാവും. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുവാണ് കേട്ടോ. നമ്മൾ ഐസ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കിടക്കട്ടെ, അടുത്ത പിടിക്കാൻ പോവാം. ഇനി ഇങ്ങനെ ഇരിക്കണം. അടുത്ത കിട്ടിയേക്കാണ് കേട്ടോ. ഇത് ചെമ്പല്ലിയാണ്, വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുക്കുവാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദൂരം വന്നാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമല്ലോ. നല്ല ഭംഗിയുള്ള മീനാണ്, നല്ല വലുതാകുന്ന മീനാണ്. അവർ പ്യുവർ പ്രെഡേറ്റേഴ്സാണ്. അതായത് കുഞ്ഞു മീനുകളെയും ചെമ്മീനെയും ഞണ്ടിനെയൊക്കെയാണ് അവർ കഴിക്കുന്നത്. ഇതൊക്കെ അമ്മയുടെ മുള്ളാണ്, ഇവിടെയൊക്കെ മുള്ളാണ് കേട്ടോ. അതുപോലെ തന്നെ വായിക്കകത്ത് നിറച്ച് പല്ലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നേരത്തിൽ ഇതുണ്ടോ. അതുപോലെ തന്നെ നല്ല കിടിലൻ ഭംഗി. ഇവിടെ ഒരു നീല കളറൊക്കെ ഉണ്ട്. ചിലതിന് നല്ല ചുവപ്പ് കളറാണ് കേട്ടോ. ഇതിന് അത്രയും ചുവപ്പ് കളറല്ല. ഇവൻ വലുതായി കഴിയുമ്പോൾ നല്ല ചുവപ്പ് കളർ വരും. ഈ മീനുണ്ടല്ലോ ഭയങ്കര സ്പീഡാണ്, ഇവൻ അറ്റാക്ക് നല്ല സ്പീഡിലാണ്. അപ്പോൾ ഇവനെ നമുക്കെടുത്ത് നമ്മുടെ ഐസ് ബോക്സ് ഇടാം. അപ്പോൾ ഇവനെ എടുത്ത് നമുക്ക് നേരെ ഇതിലേക്ക് ഇടാം. നമ്മളിനി ഒരു മത്തിയുടെ വാലിൻ്റെ അറ്റമാണ് കോർക്കുന്നത് കേട്ടോ. മത്തിയുടെ വാലെ മീൻ പിടിക്കാൻ നോക്കാം.
ശരിക്കും ഇപ്പൊ എന്റെ ചൂണ്ടയുടെ അടി ഫുള്ള് മീനാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകൾ ആ മത്തിയുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുവാണ്. ഒരു കണക്കിന് അത് നല്ലതാണ്. ചൂണ്ട എടുത്ത് മൊത്തം കണമ്പിന്റെ കുഞ്ഞുങ്ങളാണ്, കണമ്പാന്ന് തോന്നുന്നു. അടുത്ത ചെമ്പല്ലി. ഒരു കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുന്ന മീൻ പോയനെ കേട്ടോ. ഇതുണ്ടോ, ഈ ഹുക്ക് ഇതിലുമ്പോൾ തുളഞ്ഞ് കയറിപ്പോയി കേട്ടോ. ഒരു ഇച്ചിരി താമസിക്കുന്ന മീൻ പോയനെ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചെമ്പല്ലിയാണ്. രണ്ട് കുഞ്ഞിനെ നമ്മൾ തിരിച്ചു വിട്ടു. ഇവന് അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ. ഇവനിവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. നമ്മൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുവാണ് കേട്ടോ. ഞാൻ മീനെ കാണിച്ചില്ല ഇന്ന് പിടിച്ചത്. ഞാൻ അപ്പുറം ഒന്ന് പിടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവരെല്ലാവരും പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിടിച്ച മീനുകൾ മാത്രമല്ല. നമുക്ക് ഐസ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഈ പിടിച്ച ഇത് ചത്തിട്ടില്ല. ഇനി അടുപ്പിച്ച് കാണിച്ചേ, ഇത് ചത്തിട്ടില്ല, ഇതിനിപ്പോൾ പിടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 1, 2, 3, 4, 5, 6, 7 മീനുണ്ട്. നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോയിട്ട് മമ്മീനെയും പപ്പേനെയും മീനെ കാണിക്കാം കേട്ടോ. അത്ര നോക്കുക. പക്ഷേ ഇത്തിരി വലിയ അമ്പൊന്നുമല്ല. പക്ഷേ വലിയൊരു ഏരിയ പ്രതീക്ഷിക്കേണ്ട. ചെമ്പല്ലി 1, രണ്ടാമത്തെ ഏരി, മൂന്നാമത്തെ ചെമ്പല്ലി ചേരി, അടുത്ത ചെമ്പല്ലി, അത് ഏരി, അത് ഏരി. മമ്മി അങ്ങനെയാണ്, നമുക്ക് മീൻ വെട്ടിയാലോ? മമ്മി അപ്പോൾ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ആദ്യമേ ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് ആ നാരങ്ങ നമ്മൾ മീനയിലോട്ട് പിഴിഞ്ഞ് ചേർക്കും. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കും കേട്ടോ. അപ്പോൾ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഇത് വരയാൻ പോവാണ് കേട്ടോ.
മമ്മി എന്താണെങ്കിലും മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചാണ് നമ്മുടെ അടുക്കളയല്ല കേട്ടോ, അടുക്കളയുടെ ഉടമസ്ഥതയാണ് പറയുന്നത്. നമ്മളിന്ന് മോളിയാൻ്റെ എടുത്താണ്. കാര്യം എന്താ? ഞങ്ങളുടെ അടുക്കളയിൽ കുറച്ച് പണി നടക്കും, അതാണ് അടുക്കളയിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. അതെ, അപ്പൊ അടുക്കളയിൽ കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ അടുക്കളയല്ല, ആന്റി അടുക്കളയിലാണ്. അപ്പൊ നമ്മളിനി മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. വളരെ കുഞ്ഞു മസാലയാണ്. ആദ്യമേ മിക്സിക്കകത്തോട്ട് നമ്മളിതേ കുറച്ച് മുളക് പൊടി ഇടും. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, അതിലേക്ക് ഇതേ കുറച്ച് വെളുത്തുള്ളി ഇടുവാണ് കേട്ടോ. ഇതിലോട്ട് കുറച്ച് നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് ചേർക്കും. മീനിന് നമ്മൾ മുള്ളിനോട് ചേർത്താണ് വരഞ്ഞിരിക്കുന്നത്, അതുപോലെ അടുപ്പിച്ചടുപ്പിച്ചാണ് വരഞ്ഞിരിക്കുന്നത്. ആ വരഞ്ഞ ഗ്യാപ്പിൽ ഫുള്ള് മസാല തേച്ച് പിടിപ്പിക്കും. അങ്ങനെ മീനിൽ മസാലയൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മസാല കഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് മസാല പിടിക്കും. അതിനുശേഷമാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യുന്നത്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ചൂടായി. നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുവാണ്. അങ്ങനെ കറിവേപ്പിലയും ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേളിലേക്ക് മീൻ എടുത്ത് വെക്കാൻ പോവാണ്. കണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ മീൻ ഇവിടെ ഇരുന്ന് ഫ്രൈ ആവാനായിട്ട് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിന് മറിച്ചിടാം അല്ലേ? അതുവരെ ഞാൻ റെസ്റ്റ് എടുക്കാം. 10 മിനിറ്റ് മമ്മി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയട്ടോ. അതിനുശേഷമാണ് നമ്മൾ മീനിനെ മറിച്ചിടുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. മമ്മി അതിനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുവാണേ. എന്താ കുഞ്ഞപ്പാ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയെല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് കൂർക്കയുണ്ട്, ചേമ്പന്താള്, പാവയ്ക്ക, പിന്നെ മോര് കറി, പിന്നെ മീൻ കറി, പിന്നെ നമ്മൾ പിടിച്ച മീൻ വറുത്തത് കേട്ടോ. പിള്ളേരാദ്യം ടേസ്റ്റ് ചെയ്യട്ടോ കേട്ടോ. കുഞ്ഞപ്പ ഓർഡർ എടുത്ത് കഴിച്ചോളാം. ഒരു മിനിറ്റ്. എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുവാണ് കേട്ടോ. മമ്മി ഇതെടുക്കുമോ? നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല രുചിയായിരുന്നു. നല്ല ഫ്രഷ് കേട്ടോ. നല്ല ടേസ്റ്റ്. ടേസ്റ്റ്. ഹലോ പറഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി മോര് തന്നേ. കുറച്ച് മോര്. നമ്മുടെ മീനെ കാണിച്ചേ. ഇതുണ്ട്. ഈ മീനിൻ്റെ പ്രത്യേക ആവശ്യമല്ലേ, ഇത് ഏത് മീനെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പ്രത്യേക ആവശ്യമല്ലേ, നിങ്ങളിതിൻ്റെ മാംസം കണ്ടോ? ഇതിനകത്ത് മുള്ളെന്ന് പറഞ്ഞാൽ സെൻറ്റർ കൂടെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫ്ലഷയിൽ മുള്ളില്ല. മീൻ തന്നെ കഴിക്കാം കേട്ടോ. എന്നാൽ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇതിനകത്ത് മുള്ളേ ഇല്ല, മാംസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താണ് വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല, അഭിപ്രായം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിച്ച് തീർക്കട്ടെ. ഇപ്പോഴും ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോയിട്ട് പിടിച്ച നാപ്പാടി 5 മീനാണെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇത്രയും വിചാരിച്ചാൽ മതി. നമ്മളിത് കഴിച്ച് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല പിടിക്കുന്നത്. അതൊരു ഹാപ്പിനെസ് ആണ്, ഒരു സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഇസ്മി സെവൻ സിറേ. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. വാലൊക്കെ കണ്ടോ, ഭയങ്കര സ്പീഡാണ് കേട്ടോ ഈ സ്പീഡിന്, ഈ മീനിന്. എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ ആരോടൊന്നും ചോദിക്കുന്നില്ല. എടുക്കുമല്ലേ? ബാ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്താണെങ്കിലും നേരെ വീട്ടിലോട്ട് പോകാം. എടാ, ഞാൻ നേരെ വീട്ടിലോട്ട് എന്ന് പറയുന്നത് അടയ്ക്കുന്ന സമയമില്ല. ക്യാമറ ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യണം. എളുപ്പം ഒന്ന് കൊണ്ടുവാടി. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ ഇങ്ങനെ നമുക്ക് എന്താണ് നേരെ വീട്ടിലോട്ട് പോകുന്നവർ ഇങ്ങനെ. ഓക്കെ, വീഡിയോ എടുക്കുവാണേ. എന്തെങ്കിലും പറയാനുണ്ടോ കുഞ്ഞപ്പോൾ? അതെ, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ ചൂണ്ടിടാൻ വേണ്ടി വന്നായിരുന്നു. ഇന്നലെ പിടിച്ച മീനെ കൂടെയാണ് നമ്മൾ കേട്ടോ. അതുപോലെ തന്നെ മീൻ പിടിക്കാൻ കൂടുതലുള്ള ജിനോജിനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരിക്കും. ജിനോജൻ ആക്ച്വലി ഇച്ചിരി പണിയായിട്ട് തിരക്കിലാണ് കേട്ടോ. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, പണി എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ജിനോജിനുള്ള 2 മീൻ ഞങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വറുത്ത മീനും ഇപ്പോൾ കഴിക്കുന്ന മീനും എണ്ണം ശ്രദ്ധിച്ചാൽ മതി. 2 മീൻ കുറവാണ് കേട്ടോ. അത് വറുത്തിട്ടില്ല, അത് ഫ്രിഡ്ജിൽ വയ്ക്കുക.